ഉള്ളൂ. അപ്പം മുരിങ്ങല കണ്ട് തെറ്റിദ്ധരിക്കേണ്ട, മുരിങ്ങല വെച്ചുള്ള കറിയല്ല, നമ്മൾ ചെമ്മീനും മാങ്ങയും വെച്ചിട്ടുള്ള കറിയാണ് ഉണ്ടാക്കുന്നത്, ചെമ്മീൻ മുഹബത്ത്. അപ്പം മാങ്ങ നമുക്ക് ഇതുപോലെ ഫ്രീസ് ചെയ്ത് വെച്ചാൽ കുറേ നാൾ ഉപയോഗിക്കും. അപ്പോൾ മാങ്ങയുടെ സീസൺ ആണല്ലോ, അപ്പോൾ എൻ്റെ ഉമ്മച്ചി അത് കട്ട് ചെയ്ത് ഫ്രീസ് ചെയ്ത് തന്നതാട്ടോ അത്. അപ്പോൾ ഈ തേങ്ങ ഇതേപോലെ മാങ്ങയൊക്കെ വെച്ചിട്ട് നമുക്ക് അടിപൊളി ഒരു ചെമ്മീൻ മുഹബത്ത് കറി ഉണ്ടാക്കിയാലും. കിച്ചൺ റോഷൻ്റെ ചെമ്മീൻ വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് കുറച്ച് നമ്മുടെ ചെമ്മീനും തക്കാളിയും അതേപോലെ തന്നെ നമ്മുടെ വേപ്പില പച്ചമുളക് ഇട്ടിട്ട് ഈ പേസ്റ്റും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആഡ് ചെയ്തിട്ട് മാങ്ങയും ചേർത്തിട്ട്, അപ്പോൾ മാങ്ങ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രീസ് ചെയ്ത് വെക്കണമെങ്കിൽ നമുക്ക് ഒരുപാട് നാൾ മാങ്ങ യൂസ് ചെയ്യാം, ചീത്തയായി പോകില്ല. അപ്പോൾ എൻ്റെ ഉമ്മച്ചി പറഞ്ഞ ഐഡിയ കേട്ടോ അത്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ 3-4 കഷ്ണം മാങ്ങ എടുത്തതാണ്. അപ്പോൾ ഉമ്മച്ചി വീട്ടിൽ വന്നപ്പോൾ എനിക്ക് റെഡിയാക്കി തന്നത് അങ്ങനെ മാങ്ങ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എനിക്ക് ചെമ്മീൻ കറി ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതുപോലെ നമ്മുടെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടത് ജസ്റ്റ് ഒന്ന് സിമ്മിലിട്ടിട്ട് വേവിക്കാൻ വേണ്ടി വെക്കണം. അങ്ങനെ വെന്ത് വരുന്നുണ്ടോയെന്ന് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി നല്ല അരപ്പ് മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ മെയിൻ, അതായത് നമ്മുടെ തേങ്ങ, ഉള്ളി, പെരിഞ്ജീരകം ഇട്ടിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് നമ്മുടെ അരപ്പ് നല്ലോണം പറ്റി വരുന്നതെന്ന് കാണുമ്പോൾ നമുക്ക് ആ അരപ്പിലേക്ക് നമ്മൾ അരച്ച് വെച്ചു തേങ്ങയുടെ അരപ്പും കൂടെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അരപ്പ് പോരാന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട ചൂടുവെള്ളം ഇല്ലേ, ആ വെള്ളം തിളപ്പിച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് ആവശ്യത്തിന് കറിയും കിട്ടും, ചാറിൻ്റെ പ്രശ്നം നമുക്ക് വരുന്നില്ല, നമുക്ക് ആവശ്യത്തിന് ചാറും കിട്ടും. നല്ലോണം ഒന്ന് സിമ്മിലിട്ട് തിളപ്പിക്കുക. ഇത് നേരത്തെ കണ്ട മുരിങ്ങയില കേട്ടോ, അപ്പോൾ അത് സൈഡിൽ കൂടെ ഞാൻ തോരൻ വെച്ചു. പിന്നെ ഇത് ഇത്തിരി പഞ്ചസാരയാണ്, അത് ചേർത്താൽ നല്ലൊരു ടേസ്റ്റാണ്. അതിന് നമുക്ക് താളിപ്പ് ചേർക്കാം. താളിപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ചെമ്മീൻ മുഹബത്ത്, നമ്മുടെ അടാറ് ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അൽഹംദുലില്ലാ, നല്ല ടേസ്റ്റാട്ടോ. നമുക്ക് ചോറിൻ്റെ ചപ്പാത്തിൻ്റെ ഇടിയപ്പത്തിൻ്റെ ഒക്കെ കൂടെ പോകും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.